ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിന്റ് ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ്. മിന്റ് ബ്ലോക്ക് ചെയിൻ ഈയിടെയായിട്ട് മിന്റ് ബ്ലോക്ക് ചെയിനിൻ്റെ കുറച്ചധികം ടാസ്കുകൾ നമുക്ക് ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ് പോലെ, നമ്മൾ മുൻപ് ലിനിയ പാർക്കൊക്കെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ് പോലെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അതായത് ഇതാണ് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്, മിന്റ് എക്സ്പെഡിഷൻ ലാൻഡ്സ്കേപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ചധികം ടാസ്കുകൾ ഇതിനകത്ത് ചെയ്ത് തീർക്കാനുണ്ട്. അതായത് കുറച്ച് പോയിന്റ്സ് കളക്ട് ചെയ്യലാണ് മെയിനായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്ത പോയിന്റാണ് 2200 MP എന്നത്. സോ ഇതിൽ ഈ പോയിന്റ്സ് കളക്ട് ചെയ്യാനുള്ള ടാസ്കുകൾ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ചെയ്യുക, അതായത് എത്തീരിയം ടു മിൻ ബ്ലോക്ക് ചെയിൻ ബ്രിഡ്ജ് ചെയ്യുക, അതുപോലെ ഒരു കൊമോമറേറ്റീവ് NFT ഹോൾഡ് ചെയ്യുന്നത്, ഗ്രീൻ ഐ ഡി ഹോൾഡ് ചെയ്യുന്നത്, അതൊക്കെയാണ്. ഗ്രീൻ ഐ ഡി ഒക്കെ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു മിൻ ഫോറസ്റ്റിൻ്റെ ഒരു ടാസ്കിൽ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് മുൻപ്. ഇതിങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് മുൻപ് നമ്മൾ ഗ്രീൻ ഐ ഡി നമ്മളിവിടെ ഇവിടെ നമ്മൾ മുൻപ് അത് മിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഈ അടുത്ത് തന്നെ ഇതിൻ്റെ എയർ ഡ്രോപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് അവർ ഈ പോയിന്റ് സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കത് ഈസി ആയിട്ട് നോക്കാം, നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇതീരിയം ടു മിൻ ബ്ലോക്ക് ചെയിൻ നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നതാണ്. സോ അതിന് ബ്രിഡ്ജ് ഇവരെ തന്നെ ഓൺ ബ്രിഡ്ജിൽ പോയിട്ട് നമ്മൾ 0.01 ETH നമ്മൾ മിൻ ബ്ലോക്ക് ചെയിനിലേക്ക് ബ്രിഡ്ജ് ചെയ്യണം. സോ അത് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ 2000 പോയിന്റ്സ്, ഞാൻ ഓൾറെഡി അത് കളക്ട് ചെയ്ത് കഴിഞ്ഞു. സോ അത് നമുക്ക് കിട്ടും. ദെൻ അടുത്തത് കൊമോമറേറ്റീവ് NFT, അത് മിൻറ്റ് ചെയ്യുക. ഇതൊന്നും വലിയ, അത് ആദ്യം ബ്രിഡ്ജ് ചെയ്തതിന് ശേഷം മിൻ ബ്ലോക്ക് ചെയിനിൽ ഫണ്ട്സ് ഉണ്ടെങ്കിലേ ഇത് മിൻറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ആദ്യം ബ്രിഡ്ജ് ചെയ്യുക, അതിനുശേഷം ഓരോരോ ടാസ്കുകളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടാസ്ക് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാത്തതായിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു ഡൊമൈൻ വേണമെങ്കിൽ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാം. സോ സ്പേസ് ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ഡൊമൈന്. ഇപ്പോൾ ഞാൻ സാധാരണ എടുക്കാറുള്ളത് ഈ ഒരു പേരിലാണ്, മിൻറ്റ് അവൈലബിൾ ആണ്. 0.015, അതായത് $5 ഉണ്ട് അത് മിൻറ്റ് ചെയ്യാൻ. സോ നമ്മൾ ഓരോ ഇയേഴ്സ് കൂട്ടുമ്പോൾ അതിങ്ങനെ പ്രൈസ് കൂടി വരും. സോ കുഴപ്പമില്ല, നമുക്കത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ മിൻ ബ്ലോക്ക് ചെയിനിൽ നമുക്കിതുപോലെ വരും. നമ്മളത് കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും അതൊന്ന് മിൻറ്റായി വരാൻ. ഓക്കെ, അത് കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഇപ്പം നമ്മളത് മിൻറ്റ് എന്നുള്ള ഡൊമൈന് നമ്മൾ മിൻറ്റ് ചെയ്തു. നമ്മൾ ഈ മെയിൻ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും അത് നമ്മളത് ഡൺ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോയിന്റ്സ് നമുക്കിവിടെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. പോയിന്റ്സ് ഒന്നും കയറിയിട്ടില്ലല്ലോ. ഓക്കെ, ഇതിനൊന്നും പോയിന്റ്സ് ഇല്ല, ഇത് ജസ്റ്റ് വെറുതെ ഒരു ടാസ്ക്. ഇതിന് രണ്ടിനാണ് പോയിന്റ്സ് ഉള്ളത്. ഓക്കെ, ആ പോയിന്റ്സ് ആണ് കയറിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻ്റെ ഇൻവൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ ആ ഇൻവൈറ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന് എക്സ്ട്രാ പോയിന്റ്സ് ഇവിടെ കിട്ടുന്നതാണ്. സോ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ദെൻ വേറെ ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പോൾ എക്സ്പ്ലോറർ, ഇവിടെ ഇൻട്രാക്റ്റിൻ്റെ കുറച്ച് ടാസ്കുകളുണ്ട്. ഇൻട്രാക്റ്റിൽ പോയിട്ടുള്ള സീസൺ 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻട്രാക്റ്റിലും കുറച്ച് NFTs നമ്മൾ എടുക്കാണ്ട്. ഇതൊന്നും ഒരുപാട് ചാർജിങ് ഒന്നുമല്ല, ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. സോ ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിതിൽ സ്പെൻഡ് ചെയ്താൽ ഇത് 5 നമുക്ക് മിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതും എടുക്കുക. മേ ബി ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് വരിക, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ആയിട്ട് പല NFTസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അതുപോലെ പോയിന്റ് സിസ്റ്റം ഇതൊക്കെ വരും. സോ നമ്മൾ ഒന്നും ഒഴിവാക്കാതെ കഴിയുന്ന ഫ്രീ ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും നമ്മൾ ചെയ്തു വെക്കുക.
ഓക്കെ, ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വീഡിയോ ചെയ്ത് മുമ്പ് പരിചയമൊന്നുമില്ല. അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങൾ ക്ഷമിക്കുക. വരുന്ന വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും മികച്ചതാക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കഴിയുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.